അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്. 2020 ക്രിക്കറ്റിന്റെ ആവേശത്തിലാണ് കാര്യവട്ടം. ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കും. ഇരു ടീമുകളും അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി. സഞ്ജു സാംസൺ നാളെ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സഞ്ജുവിൽ ടീമിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറയുന്നു ബാറ്റിംഗ് പരിശീലകൻ. സമ്മർദ്ദമില്ലാതെ മത്സരത്തിനിറങ്ങാനാണ് ശ്രമമെന്നും സീതാൻഷു കോട്ടക് പറഞ്ഞു. Sanju is the senior player. He is very good. He's been playing all up to an individual how to keep his mind strong. And obviously our job is to keep him in a good frame of mind, and we practice and he works hard. So we all know what Sanju is capable of. I feel it's very important when you're aggressive batsmen trying to play maximum balls or trying to play maximum shots on merit of the ball. ജയേഷ് പൂക്കോട്ടൂർ വിശദാംശങ്ങളുമായി കാര്യവട്ടത്ത് നിന്ന് ചേരുകയാണ്. ജയേഷ്, തികഞ്ഞ ആത്മവിശ്വാസം ടീം ഇന്ത്യ വെച്ച് പുലർത്തുന്നുണ്ട്. കരുത്തർ തന്നെയാണ്, കടലാസിൽ കരുത്തരാണ്. നേരത്തെയുള്ള പ്രകടനങ്ങളുമൊക്കെ വിലയിരുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരാശങ്കയ്ക്ക് വകയില്ല. സ്വന്തം നാട്ടിൽ സഞ്ജു വീണ്ടും ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെക്കുമോ എന്നുള്ളതാണ് ആരാധകർ നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. ജയേഷ് പൂക്കോട്ടൂർ, ലോകകപ്പിന് തൊട്ട് മുൻപുള്ള മത്സരം എന്നുള്ള നിലയ്ക്ക് ഇരു ടീമിനും വളരെ പ്രധാനം തന്നെയാണ് കാര്യവട്ടത്തെ 5ാം 2020 മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമുകളും വലിയ രീതിയിലുള്ള പരിശീലനം തന്നെയാണ് നടത്തിയത്. ഓപ്ഷണൽ പരിശീലനമായിട്ട് പോലും ഇരു ടീമിലെയും മിക്ക താരങ്ങളും പരിശീലനത്തിനിറങ്ങിയതു. ഉച്ചയ്ക്ക് 1:30 ന്യൂസിലൻഡ് ടീമാണ് ആദ്യം പരിശീലനത്തിനിറങ്ങിയത്. പിന്നീട് 4:30 വരെ അവർ പരിശീലനം തുടർന്നു. 5 മണിയോടെയാണ് ഇന്ത്യൻ ടീം പരിശീലനത്തിനെത്തിയത്. ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും ഓപ്പണർ അഭിഷേക് ശർമ്മയും ഒഴികെയുള്ള എല്ലാ താരങ്ങളും പരിശീലനത്തിലിറങ്ങിയിരുന്നു. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന സഞ്ജു സാംസൺ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ് മാത്രമാണ് ബാറ്റിംഗ് പരിശീലനത്തിന് ഇറങ്ങിയത്. എന്നാൽ പിന്നീട് ടീമുകളെല്ലാം പരിശീലനം പൂർത്തിയായ ശേഷം ഒരു അരമണിക്കൂറിലേറെ നെറ്റ്സിൽ വീണ്ടും സഞ്ജു പരിശീലനം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏറെ ശ്രദ്ധിക്കാനുള്ളത് ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും 1 മണിക്കൂറിൽ കൂടുതൽ ഇന്ന് പരിശീലനം നെറ്റ്സിൽ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മാത്രമല്ല ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം കൂടി ഇതിനൊപ്പം നടത്തിയിരുന്നു. സഞ്ജു അതേസമയം ഫീൽഡിലായിരുന്നു പരിശീലനം നടത്തിയത്. എന്തായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ ഒരു മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കുന്നത്. മത്സരത്തിന്റെ ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വിറ്റുപോയിരുന്നു.